ജനാർദ്ദനക്കുറിപ്പാണ്. വാശിയോഗവും പഞ്ചതത്വവും എന്നുള്ള പുസ്തകത്തിലെ സിദ്ധർ സുന്ദരാനന്ദരുടെ ജ്ഞാന സൂത്രം 14 എന്നുള്ള ഗ്രന്ഥം, അതിലെ 8ാമത്തെ ശ്ലോകം ത്രിഭുവന ദർശനം. അതിൻ്റെ ചുരുക്കം ഇങ്ങനെയാണ്: ജഗജ്യോതി വെളിച്ചം കണ്ടാൽ എല്ലാ ദൈവങ്ങളും വെളിവായി വരും. വിഷ്ണുവും ശിവനും അമ്മ പാർവതിയും ഒന്നായി നിന്ന് അവർ തരുന്ന വിവരങ്ങളെല്ലാം കാണാനാകും. എല്ലാ സിദ്ധന്മാരും മുൻപിൽ വരും. ത്രിഭുവന ഉലകമെല്ലാം വ്യക്തമായി കാണും. അനന്തമായ പ്രദേശം നോക്കിക്കൊണ്ടിരുന്നാൽ ശരിയായ ജ്ഞാനമെല്ലാം തിരിഞ്ഞു വരും. ഈ ജഗജ്യോതി വെളിച്ചത്തെ പറഞ്ഞു. പിന്നെ മൂലാധാരത്തിന് വാശി പ്രാണായാമം ചെയ്ത് നെറ്റിയിൽ വെച്ച് ദീർഘനേരം നെറ്റിയിൽ വെച്ച് അവിടെ തന്നെ വിട്ട്, അതുപോലെ തന്നെ പിന്നീട് മൂക്കിൻ്റെ തുമ്പത്ത് വെച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന വെള്ളി വെളിച്ചം, ആ വെള്ളി വെളിച്ചം വലിയ തോതിലായിത്തീരും. അതിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് വേറെ ഒന്നുമില്ലാത്ത ഒരവസ്ഥ. ജഗത്ത് മുഴുവൻ ആ ജ്യോതിയുടെ വെളിച്ചത്തിൽ മുങ്ങും. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് എല്ലാ ദൈവങ്ങളും ഒന്നായി നിന്ന് അവർ തരുന്ന വിവരമെല്ലാം കാണാനാകും. വിഷ്ണു, ശിവൻ, ആത്താള്, അമ്മ പാർവതി എന്നർത്ഥം. ഒന്നായി നിന്ന് അവർ തരുന്ന വിവരങ്ങളെല്ലാം അവരൊക്കെ ജ്ഞാനികളാണെന്നും അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ ജഗജ്യോതി കാണാനുള്ള യോഗം മൂലം അവരെല്ലാ വിവരങ്ങളും നമ്മളോട് പറഞ്ഞു തരും. എല്ലാ സിദ്ധന്മാരും മുന്നിൽ വരും. ത്രിഭുവന ഉലകമെല്ലാം വ്യക്തമായി കാണും. ത്രിഭുവന ഉലകം എന്ന് പറഞ്ഞാൽ 3 ലോകങ്ങളും, ഭൂമി, സ്വർഗം, പാതാളം, ഇവയെ ഉലകമെല്ലാം വ്യക്തമായി കാണും. അനന്തമായ ഈ പ്രദേശത്ത് നോക്കിക്കൊണ്ടിരുന്നാൽ ശരിയായ ജ്ഞാനമെല്ലാം തിരിഞ്ഞു വരും. ശരിയായ ജ്ഞാനമാണ് എല്ലാം ഇതിൽ നിന്ന് തന്നെ വ്യക്തമായി തീരുന്നർത്ഥം. ബോധോദയം ഉണ്ടാവും എന്നർത്ഥം. ആ ബോധോദയം, ഭൂതോദയത്തിൻ്റെ ഭാഗമായിട്ട് ബോധോദയം ഉണ്ടാവും ആ സാധകന്. അതാണ് അവിടെ പറഞ്ഞത്. അവർ തരുന്ന വിവരം കാണാനാകും. എല്ലാ സിദ്ധന്മാരും കൺമുന്നിൽ വരും. കാരണം സിദ്ധന്മാരുടെ വാശിയോഗമാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ആ വാശിയോഗം കൊണ്ട് സിദ്ധന്മാർ പ്രീതിപ്പെടുകയാണ്. അനേക കാലം, ആയിരക്കണക്കിന് വർഷം ജീവിച്ചത് അവർ ഈ വാശിയോഗം കൊണ്ടായിരുന്നു. അതുകൂടാതെ അനേക വിധത്തിലുള്ള അതീന്ദ്രിയ ശക്തികൾ നേടിയതും ജ്ഞാനം നേടിയതും ആയുസ് നേടിയതും ഒക്കെ ഈ വാശിയോഗം കൊണ്ടാണ്. അതിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഒരു നിലവാരത്തിലേക്ക് ഈ സാധകനും എത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സിദ്ധന്മാർ കണ്ണിന് മുന്നിൽ വരുന്നത്. ത്രിഭുവന ഉലകമെല്ലാം വ്യക്തമായി കാണും എന്ന് പറഞ്ഞാൽ ലോകം, പ്രപഞ്ചം തന്നെ, പ്രപഞ്ച രഹസ്യങ്ങൾ ഓരോന്നോരോന്നായി വെളിവാക്കപ്പെടുന്ന അർത്ഥം. പഞ്ചഭൂതങ്ങളെ പറ്റിയോ 96 തത്വങ്ങളെ പറ്റിയൊക്കെ വ്യക്തമായ ധാരണ ഉണ്ടാക്കാൻ ഇത് വഴിയാക്കും. അങ്ങനെയാണ് ഈ ലോകത്തിലുള്ള ആദ്യം തന്നെ ശരീരത്തിലാണ് 96 തത്വങ്ങൾ നിലനിൽക്കുന്നത്. ആ 96 തത്വങ്ങളും അകലിൽ നിന്ന് വീക്ഷിക്കാനുള്ളൊരു സമയം, ഒരു കഴിവ് ഉണ്ടായി വരിക എന്നുള്ളതാണ് അതിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ള കാര്യം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ശരീരം, ക്രോധം, മോഹം തുടങ്ങിയവകളിൽ നിന്നൊക്കെ ഒഴിവായിത്തീരും. ആശകളും നിരാശകളും ഇല്ലാത്തൊരവസ്ഥ വരും. ആഗ്രഹങ്ങളും കുറയും. ആഗ്രഹങ്ങൾ കുറവ് മാത്രമേ മറ്റ് പഞ്ചഭൂതജന്യമായിട്ടുള്ള സ്വഭാവങ്ങളൊക്കെ മാറി മാറി വരിക. അത് കുറയ്ക്കാൻ പറ്റിയാൽ പിന്നെ ആ വിധത്തിലുള്ള കാര്യങ്ങൾ വരികയില്ല. അങ്ങനെയാണ് ജ്ഞാനമെല്ലാം തിരിഞ്ഞു വരും. തെരിയുമെടാ ജഗജ്യോതി കണ്ടപോത് ദൈവമെല്ലാം തെരിയുമപ്പ മെയ്യുമാച്ചു അരിയറ നൂ മാത്താളുമൊன்றாய் நின்று ആട്ടിവിത്ത വിപര മതുങ്കാണലാകും തെരിയുമെടാ സിത്തരെല്ലാം കണ്ണിറ്റോണും തിരിഭുവന ഉലകമെല്ലാം വെളിവായി കാണും പിരിയമുടൻ ശിവവെളിയെ നോക്കിപ്പാർത്താൽ പേരാകും ജ്ഞാനമെല്ലാം പേണിപ്പാരേ. നമഃ ശിവായ.